അറഫ മലയാണ് ഈ കാണുന്നത്. ഇതിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ഹജ്ജിൻ്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം നടക്കുന്നത്. ഈ മൈതാനിയിൽ ഉൾക്കൊള്ളാൻ മാത്രമല്ല ജനങ്ങളുണ്ടാവുക, ലോക ജനത മൊത്തം ഇവിടെ ഒത്തുകൂടുന്നത് കൊണ്ട് തന്നെ ഈ ഭൂമിയോട് ചേർന്നുള്ള ചുറ്റുഭാഗങ്ങളിലായിട്ടാണ് ഹജ്ജുമാർക്ക് ടെൻറ്റുകൾ ഒരുക്കിയിട്ടുള്ളത്. ഈ സംഗമഭൂമി ഏകദേശം 8 ഏക്കറിലധികമുണ്ട്. ഒരല്പസമയമെങ്കിലും അറഫയിൽ സംഗമിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഹജ്ജ് കിട്ടുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്നതെല്ലാം സംഗമ സ്ഥലങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും പല ഭാഗങ്ങളിലായി ധാരാളം ടെൻറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഒരു പകൽ നേരത്തേക്ക് വേണ്ടി മാത്രമായിട്ടാണെങ്കിലും വിപുലമായ സൗകര്യങ്ങളാണ് ഈ ടെൻറ്റിനകത്ത് ഒരുക്കിയിട്ടുള്ളത്. എയർ കണ്ടീഷൻ ചെയ്ത ടെൻറ്റുകളാണിത്. ആവശ്യത്തിന് ടോയ്ലറ്റുകൾ ഇതിനോട് ചേർന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒരാൾക്ക് കിടക്കാൻ പാകത്തിനുള്ള ബെഡുകൾ ധാരാളമായി ഒരുക്കിയിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തരുന്നതാണ്. അതായത് സമയത്തിന് ഭക്ഷണവും വെള്ളവും എല്ലാം നമുക്ക് ഇഷ്ടം പോലെ ഇവർ കൊണ്ടു തരുന്നതായിരിക്കും. ടെൻറ്റുകൾക്ക് ഏകദേശം അടുത്തായി ക്ലിനിക്ക് സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഹാജിമാരെത്തുമ്പോഴേക്കും ബെഡും പില്ലോയും ഒക്കെ വിരിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണിത്. ഒരിക്കലെങ്കിലും ഇതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പണ്ടത്തെ അറഫ ഭൂമിയല്ല ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ധാരാളം തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് നല്ല കൂളിംഗ് ആയിട്ടാണ് നിർത്തിയിട്ടുള്ളത്. കാണാൻ തന്നെ ഭയങ്കര രസമാണ്. വർഷത്തിൽ ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടി മാത്രമാണെങ്കിലും ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടാൽ മാഷാ അല്ലാഹ്, സൗദി ഗവൺമെൻറ്റിന് എല്ലാ അനുഗ്രഹവും അള്ളാഹു നൽകട്ടെ. കബൂലായ ഹജ്ജും ഉംറയും എല്ലാം ചെയ്യാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. അറഫയിലുള്ള നമീറ പള്ളിയാണിത്. പ്രശസ്തമായ പള്ളിയാണിത്. ഇതിൻ്റെ മുഴുവൻ ഭാഗവും അറഫയിലല്ല, ഒരു ഭാഗം അറഫയുടെ പുറത്താണുള്ളത്. ആരെങ്കിലും കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പുറത്ത് കടന്നാൽ ഹജ്ജ് കബൂലാകുന്നതല്ല. ഉച്ചയോടുകൂടിയാണ് അറഫ സംഗമം തുടങ്ങുക. എന്നിരുന്നാലും രാവിലെ മുതൽ തന്നെ ഹാജിമാരെത്തി തുടങ്ങും. മഗ്‌രിബോട് കൂടി അവസാനിക്കുകയും ചെയ്യും. ഇപ്പോൾ സംഗമഭൂമിയിൽ ടെൻറ്റുകളിൽ തന്നെ കഴിയണമെന്നാണ് നിയമം. അധികം ചുറ്റിക്കറങ്ങുന്നതൊന്നും സമ്മതിക്കുന്നതായിരിക്കില്ല. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.